ബാംഗ്ലൂരുവിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര ട്രസ്റ്റിനെ കുറിച്ചൊന്നും അപകീർത്തികരമായ വാർത്തകൾ കൊടുക്കരുതെന്ന് സെഷൻസ് കോടതിയുടെ ഉത്തരവ് നിലവിൽ വന്നു കഴിഞ്ഞു. അത് കോടതി ഉത്തരവ് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വാർത്തകൾ പറഞ്ഞു പോകുന്നതിൽ തെറ്റില്ല. സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ധർമ്മസ്ഥലയിലെ ഈ കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട് 100ഓളം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ നഗ്ന ശരീരങ്ങളെ ന്യൂഡ് ശരീരങ്ങളായി മറവ് ചെയ്തിട്ടുണ്ടെന്ന മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലോട് കൂടിയാണ് ധർമ്മസ്ഥല വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ TN സീമ ടീച്ചറൊക്കെ സമരം നടത്തിയിട്ടുണ്ട്. 2012 ധർമ്മസ്ഥല നീതി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നമുക്കറിയാം. സൗജന്യ എന്ന PUC വിദ്യാർത്ഥിനിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ആ സമരമൊക്കെ നടന്നത്. കേസ് അന്വേഷണം CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കർണാടക സർക്കാരിൽ നിന്ന് നീതി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളുടെ അന്നത്തെ 10 ദിവസം നീണ്ടുനിന്ന സമരമൊക്കെ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം. സൗജന്യയുടെ മരണം അവിടെ നിൽക്കട്ടെ. പുതിയ ഒരു വെളിപ്പെടുത്തൽ വരികയാണ്. 2003 സംഭവിച്ചതാണ്. ഇടുക്കി സ്വദേശിയായ KJ ജോയ് എന്ന് പറയുന്ന വ്യക്തി ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോൾ ധർമ്മസ്ഥലയ്ക്ക് സമീപം വെച്ച് മറ്റൊരു വാഹനം ഇടിച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്നു. ആ വാഹനം ഏതാണെന്നോ എങ്ങനെയാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചതെന്നോ ആർക്കും അറിയില്ല. KJ ജോയി മലയാളിയായിരുന്നു. അവിടെ നടന്ന ചില സംഭവങ്ങളിൽ KJ ജോയിക്ക് എതിർപ്പ് ഉണ്ടായിരുന്നു. ഇത് പറയുന്നത് മകൻ അനീഷാണ്. മകൻ അനീഷ് അച്ഛന്റെ മരണത്തെ തുടർന്ന് അവിടെ പോയിരുന്നു. ധർമ്മസ്ഥലയിൽ പോയി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ കൊല്ലപ്പെട്ടതാണ്, അതിനെതിരെ നടപടി വേണം, അന്വേഷണം വേണമെന്നൊക്കെ അവിടെ ആരോപിച്ചു. അതുപോലെ തന്നെ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു ധർമ്മസ്ഥലയിൽ. ഇത് അറിഞ്ഞ ഉടനെ അനീഷിനെ ചില ആളുകൾ ഭീഷണിപ്പെടുത്തിയെന്നും കൊല്ലുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അനീഷ് ജീവഭയം കാരണം അവിടെ നിന്ന് മറ്റാരും അറിയാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തി. ഇതാണ് അനീഷിന്റെ വെളിപ്പെടുത്തൽ. അപ്പോ മലയാളികളും ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സൗജന്യം മാത്രമല്ല, സൗജന്യം 13 വർഷം മുമ്പ് നടന്ന കൊലപാതകമാണ്. അതിനു മുമ്പ് തന്നെ ഈ സ്ഥലത്ത് 2018 KJ ജോയി മരിക്കുന്നത്. 2003 2018. അതിന് മുമ്പ് ധാരാളം മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എത്താം. ഈ KJ ജോയിയുടെ മരണം 2018 നടക്കുന്നു. മകൻ അനീഷ് അവിടെ പോയി അന്വേഷിക്കുന്നു. അനീഷിന് ഭീഷണി വരുമ്പോൾ അനീഷ് അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നു. ഇത് 2003 കഥ. അത് കൊൽക്കത്തയിൽ സ്റ്റെനോഗ്രാഫർ ആയിരുന്ന ആയ സുജാത ഭട്ടിന്റെയും അനിൽ ഭട്ടിന്റെയും മകൾ അനന്യ അവിടെ കോളേജിൽ പഠിക്കാൻ എത്തിയതാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ എത്തിയതാണ്. 1ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു അനന്യ. 2003 കൂട്ടുകാർക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രം സന്ദർശിക്കാൻ പോകുന്നു. ആ പോകുന്ന കാര്യമൊക്കെ അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു. അമ്മ പറഞ്ഞു, മകൾ പോയിട്ട് വരുന്ന കാശിച്ചൊക്കെ വിടുമല്ലോ. എന്നാൽ പോയ ഈ പെൺകുട്ടിയെ തിരികെ വന്നിട്ടില്ല. തിരികെ കൂട്ടുകാർക്കൊപ്പം എത്തില്ല. കൂട്ടുകാരികൾക്കൊപ്പമാണ് പോയത്. അത് കൂട്ടുകാരികളുടെ രശ്മി എന്ന് പറയുന്ന കൂട്ടുകാരി അമ്മ സുജാതയെ വിളിച്ച് പറഞ്ഞു, അനന്യയെ കാണാനില്ല. സുജാത കേട്ട പാതി കേൾക്കാത്ത പാതി കൊൽക്കത്തയിലെ ജോലിയിൽ നിന്ന് അവധിയിൽ പ്രവേശിച്ച് ബംഗളൂരുവിലെത്തി അന്വേഷണം തുടർന്നു. മകളുടെ ഫോട്ടോ കാണിച്ച കടകളിലും കമ്പോളങ്ങളിലും ഒക്കെ ഈ അമ്മ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ചില കടകളിൽ കാണിച്ചപ്പോൾ ചിലർ പറഞ്ഞു, ഒരു പ്രായമായ സ്ത്രീക്കൊപ്പം ഈ പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അവർ ധർമ്മസ്ഥലയിലും പോയി പരാതിപ്പെട്ടു. പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പരാതി എടുക്കാൻ തയ്യാറാകാത്ത പോലീസുകാർ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ മകൾ ആർക്കൊപ്പമെങ്കിലും ഒളിച്ചോടിയതായിരിക്കാം, ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ആ അമ്മയെ ആട്ടി ഇറക്കി വിട്ടു. അവർ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറെ ഒരു ആളുകൾ അവരെ തേടിയെത്തി അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ബലമായി പലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും പ്രലോഭനത്തിൽപ്പെടുത്തി നിങ്ങളുടെ മകളെ കണ്ടെത്താൻ സഹായിക്കാമെന്നോ മറ്റോ പറഞ്ഞിട്ടാകണം എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഓർമ്മ വരുമ്പോൾ ഈ സുജാത ഹോസ്പിറ്റലിലാണ്. അവരുടെ തലയിൽ 8 തുന്നിക്കെട്ടുണ്ട്. എന്ത് സംഭവിച്ചുവെന്ന് അവർക്ക് ഒരു നിശ്ചയവുമില്ല. പിന്നെ 3 മാസം വേണ്ടി വന്നു അവർക്ക് പഴയ ആരോഗ്യത്തിലേക്ക് തിരികെ എത്താൻ. ഇതാണ് ധർമ്മസ്ഥലയിൽ 2003 നടന്ന സംഭവം. അവരിപ്പോൾ പറയുകയാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ പറയുകയാണ്, തന്റെ മകളുടെ ഒരു എല്ലിൻ കഷ്ണമെങ്കിലും തരണം, അത് നേത്രാവതി പുഴയിൽ ഒഴുക്കി അവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യണം, അതിനെങ്കിലും അധികൃതർ സഹായിക്കണമെന്ന് ആ അമ്മ ഇപ്പോഴും പറയുകയാണ്. അപ്പോ ഈ ശുചീകരണ തൊഴിലാളിയായിരുന്ന വ്യക്തി 2014 അവിടെ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ട് 10 വർഷങ്ങൾക്ക് ശേഷം കത്തിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ആദ്യം പോലീസുകാരൊന്നും സമ്മതിച്ചില്ല. ആദ്യം അവരൊക്കെ പറഞ്ഞു ഇതൊക്കെ ചുമ്മാ ഉടായിപ്പാണെന്ന് പറഞ്ഞു. 2 അഭിഭാഷകരുടെ സഹായത്തോടു കൂടിയാണ് ഈ കത്തൊക്കെ പുറത്തുവിട്ടത്. ചുമ്മാ ആണെന്ന് പറഞ്ഞു. പക്ഷേ സംഭവങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ
അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് തലയോട്ടി കണ്ടെടുക്കുമ്പോൾ, ഓരോരോ വിവാദ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ, തന്റെ മകളെ കാണാതെ പോയത് ഇവിടെയാണ്, തന്റെ സഹോദരിയെ കാണാതെ പോയത് ഇവിടെയാണ്, തന്റെ അച്ഛൻ കൊല്ലപ്പെട്ടത് ഇവിടെയാണ് എന്നിങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്ര ട്രസ്റ്റ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്നത് വാസ്തവമാണ്. എന്നാൽ ധർമ്മസംഘം ട്രസ്റ്റ് ധർമ്മസ്ഥലയുടെ ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ട്രസ്റ്റിന്റെ വക്താവ് പറഞ്ഞു, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അത് സുതാര്യമായിരിക്കണം, നീതിയുക്തമായ അന്വേഷണമായിരിക്കണം എന്ന് മാത്രമാണ് നിർബന്ധമെന്നും ക്ഷേത്രം ട്രസ്റ്റ് പ്രതികരിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ്, എത്രയോ ദിവസമായി, ഏകദേശം 1.5 മാസമായി ഈ വിവാദം, ഈ ശുചീകരണ തൊഴിലാളിയുടെ കത്ത് പുറത്തു വന്നിട്ട് അതിനുശേഷം അതാദ്യമായാണ് അവരുടെ ഒരു പ്രതികരണവും പുറത്തു വരുന്നത്. ചുരുക്കത്തിൽ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഇത്രയധികം ദുരൂഹ മരണങ്ങൾ സംഭവിക്കുക, അതിന് ഈ ശുചീകരണ തൊഴിലാളിയെ ഉപയോഗിച്ച് ആ മൃതദേഹങ്ങൾ മറവ് ചെയ്യിക്കുക, എന്നിട്ട് അയാൾ വെളിപ്പെടുത്തുമ്പോൾ അയാളെ വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, അയാൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട ഒളിച്ചോടി തന്റെ ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം നാട് വിട്ടു പോവുക. 10 വർഷത്തിന് ശേഷം അയാൾ ചെയ്ത കർമ്മങ്ങളിൽ കുറ്റബോധം തോന്നി അയാളെല്ലാം വെളിപ്പെടുത്തുക. ആ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിടുക. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഭീതി ആർക്കും ഉണ്ടാകാം. ഈ സൗജന്യയുടെ മരണത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. സൗജന്യ അവിടെ നേത്രാവതി ഘട്ടിൽ ബസ്സിറങ്ങി നടന്നു പോകുന്നത് വരെ കണ്ടവരുണ്ട്. പിന്നീട് അന്വേഷിച്ചു ചെന്നപ്പോൾ അർദ്ധനഗ്ന ശരീരം മാത്രമേ ഉള്ളൂ, ജീവൻ തുടിക്കാത്ത, ജീവന്റെ തുടിപ്പ് അവശേഷിക്കാത്ത അർദ്ധനഗ്ന ശരീരത്തിൽ ആ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. കോളേജിൽ ഐഡന്റിറ്റി കാർഡ് കഴുത്തിൽ കുരുങ്ങി കിടക്കുന്നു, അർദ്ധനഗ്ന ശരീരമാണ്. ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലാണ് നടന്നത്. ഇതൊരു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റാണ് ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത്. അവർക്ക് അവരെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ തന്നെ അവർ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതേ നന്നായി കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്, അവരെ അപകീർത്തിപ്പെടുത്താൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരോപണം നിലവിലുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു വരട്ടെ. അനന്യയ്ക്കും സൗജന്യയ്ക്കും ഈ KJ ജോയിക്കും ഒക്കെ അവരുടെ ആത്മാവിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കാം.